എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. എല്ലാവർക്കും സായിരാം. ഈ 7ാമത്തെ ശ്ലോകമാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. വിഷയേഭ്യഃ പരാവൃത്തി പരമോപരതിർഹി സാ സഹനം സർവദുഃഖാനാം തിതിക്ഷാ സാ ശുഭാമതാ. വിഷയേഭ്യഃ പരാവൃത്തി പരമോപരതിർഹി സാ സഹനം സർവദുഃഖാനാം തിതിക്ഷാ സാ ശുഭാമതാ. അപ്പൊ നമ്മള് വൈരാഗ്യം, വിവേകം, പിന്നെ ശമാധി ഷഡ്ക സമ്പത്തി, ഇങ്ങനെയാണ് അതിന്റെ ഓർഡർ വരുന്നത്. അപ്പോൾ വിവേകം വൈരാഗ്യം എന്നല്ലേ വേണ്ടേ എന്ന് ചോദിച്ചപ്പോ എന്തുകൊണ്ടാണ് ആചാര്യസ്വാമികൾ വൈരാഗ്യത്തെ ആദ്യം എടുത്തെന്നുള്ളതിൻ്റെയൊക്കെ വിശദീകരണം നമ്മൾ നോക്കി. അപ്പോ ശമാധി ഷഡ്ക സമ്പത്തി എന്ന് പറഞ്ഞാൽ ആറ് കാര്യങ്ങൾ അതിനകത്ത് വരും. അതില് 2 നമ്മൾ നോക്കി, ശമദമാദികൾ. അടുത്തത് ഉപരമം അല്ലെങ്കിൽ ഉപരതി. ഉപരമഹ എന്ന് പറയും, അല്ലെങ്കിൽ ഉപരതി, രണ്ടും ഒരേ അർത്ഥം ആണ്. അതിനടുത്തത് തിതിക്ഷ എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഉപരതി? പ്രധാനമായിട്ടും ആചാര്യസ്വാമികൾ ഇവിടെ പറയുന്നു കർമ്മത്യാഗ എന്ന് പറയും. കർമ്മത്യാഗ എന്താണ് ഇതിന്റെ താത്പര്യം? വൈദിക കർമ്മങ്ങൾ, സങ്കല്പപൂർവമായ കർമ്മങ്ങൾ, അതായത് വൈദിക കർമ്മങ്ങളുടെ എല്ലാം അതിൻ്റെയൊക്കെ ഫലം ലൗകിക നേട്ടങ്ങൾ അല്ലെങ്കിൽ സ്വർഗസുഖം എന്നുള്ളതാണ്. മോക്ഷത്തിന് വേണ്ടിയിട്ടൊരു വൈദിക കർമ്മമില്ല. മോക്ഷം കിട്ടണം എന്നും പറഞ്ഞൊരു യാഗം അല്ലെങ്കിൽ ഒരു യജ്ഞം അങ്ങനെയില്ല. വൈദിക കർമ്മങ്ങളെല്ലാം ഇഹലോകത്തില് ഈ സംസാരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഖങ്ങൾ നേടാനായിട്ട്, അല്ലെങ്കിൽ ദുഃഖങ്ങൾ ഒഴിവാനായിട്ട്, അല്ലെങ്കിൽ ശത്രുക്കൾ ഇല്ലാതാകാനായിട്ട്, അങ്ങനെ എന്തൊക്കെയാണോ ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ അതിൽ നിന്നൊക്കെ മോചനം കിട്ടാനായിട്ട്, പിന്നെ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തമായിട്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വൈദിക കർമ്മങ്ങളിൽ വരുന്നത്. ആ കർമ്മങ്ങൾ കൊണ്ടൊന്നും മോക്ഷത്തിലേക്ക് എത്താൻ പറ്റില്ല. പക്ഷെ അതിന് വഴിയായിരിക്കാം. മനഃശുദ്ധി കൊണ്ടുവരാനും മന ഏകാഗ്രത കൊണ്ടുവരാനും ഒക്കെ അതിൻ്റെ ഒരു വഴികളാണ്. കർമ്മകാണ്ഡം തീരെ ഉപേക്ഷിക്കാൻ പറ്റില്ല. കർമ്മകാണ്ഡത്തിൽ കൂടി സഞ്ചരിച്ചേ മനഃശുദ്ധി വരുള്ളൂ, മന ഏകാഗ്രത വരുള്ളൂ. അങ്ങനെ പലതും നേടേണ്ടത് ആ വഴിക്ക് പോയിട്ട് തന്നെയാണ്. പക്ഷേ അതിൽ കൂടി മോക്ഷം ലഭിക്കില്ല. അതേമാതിരി സങ്കല്പപൂർവമായിട്ടുള്ള കർമ്മങ്ങൾ, നമ്മൾ ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഒരു സങ്കല്പം പറയും. സങ്കല്പം പറയാം. അപ്പൊ എന്താണ്? ഈ നാട്ടിലിപ്പോ ഒരു നാട്ടിൽ മഴയില്ല, ഭയങ്കര വരൾച്ച. അപ്പോൾ അവിടെ എല്ലാവരും കൂടി ഒരു സങ്കല്പമൊക്കെ പറഞ്ഞ്, മഹാസങ്കല്പമൊക്കെ പറഞ്ഞ് മഴ പെയ്യാനായിട്ട് അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് ഒരു വേദജപമോ അല്ലെങ്കിൽ ഒരു അഭിഷേക കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഏത് കാര്യത്തിനും നാട്ടില് അസുഖങ്ങൾ പടർന്നു പിടിക്കുന്നു. അപ്പോൾ അത് അതിനൊരു നിവൃത്തിക്ക് വേണ്ടിയിട്ട് മഹാസങ്കല്പം ചെയ്തുകൊണ്ട്, അപ്പൊ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനൊരു അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പോംവഴി മനസ്സിൽ കണക്കാക്കുക. അത് തന്നെയാണ് സങ്കല്പം. സങ്കല്പത്തിന് വലിയ ശക്തിയുണ്ട്. കാരണം മനസ്സിലെ വൈബ്രേഷൻസ് ആണ് അന്തരീക്ഷത്തിൽ ചെല്ലുന്നത്. ജപിക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. നമ്മുടെ ഉള്ളിലെ വൈബ്രേഷൻസ് ആണ് മന്ത്രം ജപിക്കുമ്പോൾ ഒക്കെ. അതാണ് സാക്ഷാൽ ജഗതീശ്വരൻ സർവസ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ഈശ്വരീയ ശക്തിയില്
അതിൻ്റെതായ ചലനം സൃഷ്ടിക്കുന്നത്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിയിൽ വേദമന്ത്രങ്ങൾ ചലനം സൃഷ്ടിക്കും. അതുകൊണ്ടാണ് മന്ത്രം ജപിക്കണം, ഉറക്കനെ ജപിക്കണം എന്ന് പറയുന്നത്. ഇനി മനസ്സിൽ ജപിച്ചാലും അതിൻ്റെതായ ആ വൈബ്രേഷൻസ് മനസ്സിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് എത്തും. അപ്പോ സങ്കല്പപൂർവമായിട്ട് ചെയ്യുമ്പോഴും ലൗകികമായിട്ടുള്ള ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കർമ്മങ്ങളെ, അതായത് മോക്ഷത്തിനല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളെ, വൈദികമാകട്ടെ സങ്കല്പപൂർവമാകട്ടെ, അതിനെ ത്യാഗം ചെയ്യണം എന്നാണ് പറയുന്നത്. അത് പറയുന്നതിന്റെ സാരം മനസ്സിലാക്കണം. നമ്മളിപ്പോ ഒരുപാട് അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ്. അപ്പൊ ഇത് കേട്ട ഉടനെ നാളെ തൊട്ട് ഗണപതി ഹോമം ഇല്ല, അല്ലെങ്കിൽ വീട്ടിലുള്ള ആയുഷ് ഹോമം ഇല്ല, അങ്ങനെ ഒരു കാര്യങ്ങളില്ല എന്ന് വെക്കലല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ തത്വം മനസ്സിലാക്കണം, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത്. ഇപ്പൊ ഗണപതി ഹോമം നമുക്ക് നടത്താം വീട്ടിൽ. എങ്ങനെ നടത്താം? അപ്പോൾ ഈ ഗണപതി ഹോമമൊക്കെ നടത്തുമ്പോൾ ഞങ്ങളുടെ ഇടയിൽ അപ്പോൾ ഈ മെയിനായിട്ടുള്ള ആഹുതി ഇടുന്നതിന് മുമ്പായിട്ട് പറയും, എന്തൊക്കെയാ മനസ്സിൽ ആഗ്രഹങ്ങളൊക്കെ സങ്കല്പിച്ചോളൂ എന്ന് പറയും. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ, കുട്ടികൾക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത്, ഇനി കല്യാണം കഴിഞ്ഞവർക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ അത്, അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികൾക്ക് അസുഖം ഉണ്ടെങ്കിൽ അത് മാറണം, അല്ലെങ്കിൽ പ്രായമായ ഒരു അസുഖമായിട്ടിരിക്കുക അസുഖം മാറണം. ഇങ്ങനെ എന്താണോ ആഗ്രഹം അത് ഇപ്പോൾ മനസ്സിൽ കണക്കാക്കിക്കോളൂ, ഭഗവാനോട് പ്രാർത്ഥിച്ചോളൂ. ആ വലിയ ഒരു ഹോമത്തിന്റെ അവസാന ഭാഗത്തെ അത് ചെയ്യുകയാണ്, ആഹുതി ഇടുകയാണ് എന്ന് പറയും. അപ്പോ അങ്ങനെ വരുമ്പോ അത് ലൗകികമായി. ഇനി ആ സമയത്ത് ഗണപതി ഹോമം നടത്തുന്നു, ആ സമയത്ത് നമ്മൾ ഒന്നും പ്രാർത്ഥിക്കുന്നില്ല, ലോകക്ഷേമം മാത്രം പ്രാർത്ഥിക്കുന്നെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ ലോകക്ഷേമമാണ്. ലോകക്ഷേമം പ്രാർത്ഥിക്കാമല്ലോ. മുമുക്ഷു എന്താ പ്രാർത്ഥിക്കുന്നത്? ലോകക്ഷേമം തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കാതിരിക്കണം എന്നില്ലല്ലോ. ജ്ഞാനം എന്ന് പറഞ്ഞാൽ സർവ്വതും ഒന്നായിട്ട് കാണുന്നൊരവസ്ഥയാണല്ലോ ജ്ഞാനം. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം, ഈ കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യാം, അതിനും ദോഷമില്ല. പക്ഷെ മറ്റേത് വരുമ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ളതല്ലാത്ത ഒരു കാര്യമായിട്ട് മാറും ആ അവിടത്തെ പ്രാർത്ഥന. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെന്താണ്? റെസ്പോൺസിബിലിറ്റികളെ ഉപേക്ഷിക്കൽ. റെസ്പോൺസിബിലിറ്റി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, റെസ്പോൺസിബിലിറ്റി നമ്മൾ പലപ്പോഴും കൂടുതലായിട്ട് ഏറ്റെടുക്കും. നമുക്ക് സാധാരണഗതിയിൽ വന്നു ചേരുന്ന ഈ ശരീരം കിട്ടിയത് കൊണ്ട് വന്നു ചേരുന്ന കാര്യങ്ങളെ ഒഴിവാക്കാൻ പറ്റില്ല, നമ്മൾ ചെയ്തേ പറ്റുള്ളൂ, ചെയ്യണം. അതിൽ കൂടാതെ അഡീഷണൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ കുട്ടികൾ, അവർക്ക് പ്രായമായി, അവർ തന്നെത്താൻ ജോലിക്ക് പോയി ജോലി ചെയ്ത് സമ്പാദിച്ചു തുടങ്ങിയാൽ പിന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റികളൊക്കെ അവരുടെ കയ്യിലാണ്. പിന്നെ നമ്മള് സാധാരണ മനുഷ്യനൊക്കെ അവിടെയും കയറി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. പല റെസ്പോൺസിബിലിറ്റികളും അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് ഏറ്റെടുക്കും. അത് മനുഷ്യന്റെ ഒരു സഹജ സ്വഭാവമാണ്. റെസ്പോൺസിബിലിറ്റി കൂടുതൽ ഏറ്റെടുക്കുക. അത് രണ്ട് തരത്തിലാണ്. ഒന്ന്, എനിക്ക് മറ്റവരെക്കാട്ടിലും കൂടുതൽ അറിവുണ്ട് എന്നൊരു തോന്നലാണ് അതിൻ്റെ പുറകില്. അവർ ചെയ്യുന്നതിനെക്കാട്ടിലും നന്നായിട്ട് ഞാൻ ചെയ്യാം എന്നുള്ളൊരു തോന്നല്. എനിക്ക് എക്സ്പീരിയൻസ് കൂടുതലുണ്ട് എന്നൊരു തോന്നല്. ഇങ്ങനെ പലതരത്തിലാണ് നമ്മുടെ മനസ്സ് വേറൊരാളുടെ ജോലിയിലുള്ള എന്തിനാണ് വേറൊരാളുടെ റെസ്പോൺസിബിലിറ്റിയെ സ്വയം ഏറ്റെടുക്കാൻ തോന്നിക്കുന്നത്. അതൊരു അഹം കൂടി അകത്ത് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ വക പണിക്ക് പോകരുത്, അതിനെയെല്ലാം ഉപേക്ഷിക്കണം. ഇതിന്റെ ലക്ഷ്യം എന്താണ്? ഇങ്ങനെ ചെയ്താൽ എന്താണ് പ്രയോജനം? അതിന്റെ ലക്ഷ്യം എന്താണ്? ഇങ്ങനെ പറയുന്നതിന്റെ ആചാര്യസ്വാമി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? കാരണം സമയം എന്ന ആ വലിയൊരു കാര്യം, ടൈം, നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ടൈം, ആ സമയത്തിനെ വെറുതെ നഷ്ടപ്പെടുത്തരുത്. ഈ സ്റ്റേജിൽ നമ്മൾ അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ്, അപരോക്ഷ അനുഭൂതിയിലേക്കാണ് പോകുന്നത്. ആത്മജ്ഞാനത്തിന്റെ അതിന്റെ ഏറ്റവും നല്ലൊരു പ്രകരണ ഗ്രന്ഥത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഗ്രന്ഥങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്ന ലക്ഷ്യം, ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ആത്മസാക്ഷാത്കാരം. അപ്പോൾ ആ ആത്മസാക്ഷാത്കാരത്തിന് ഇത്രയും പഠിച്ച് മുന്നോട്ട് വന്ന ആൾക്കാർ വൈദിക കർമ്മങ്ങളുടെ പുറകെ പോവുകയും മറ്റുള്ളവരുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയൊക്കെ ചെയ്താൽ അവരുടെ സമയം വെറുതെ നഷ്ടപ്പെടും. അപ്പോ ജ്ഞാനയോഗത്തില് ശ്രവണത്തിന് ധാരാളം സമയം കണ്ടെത്തണം. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോകാതെ നല്ല ഗുരുക്കന്മാരുടെ
ഉപദേശങ്ങൾ ശ്രവിക്കാനുള്ള സമയം കണ്ടെത്തണം. അതിന് നിർബന്ധമായിട്ട് സമയം ഉണ്ടാക്കണം. ഡെയിലി ജ്ഞാനയോഗത്തിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ നിശ്ചയമായിട്ടും സമയം കണ്ടെത്തണം ഗുരു ഉപദേശങ്ങളും ഗുരുക്കന്മാരുടെ പ്രഭാഷണങ്ങളും ഒക്കെ കേൾക്കാനായിട്ട്. എത്രയോ കേട്ട് 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 മാത്രമേ ഇത് ഉറയ്ക്കുകയുള്ളൂ. ഇവിടെ ശങ്കരാചാര്യർ പറയുന്നു, ശമദമാദികൾ കൈക്കൊള്ളണം. ആദ്യം നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ശമദമാദികൾ കൈക്കൊള്ളണം. അത് കിട്ടിയേക്കാം. ശമദമാദികളൊക്കെ പറ്റും. മനസ്സിനെ നിയന്ത്രിക്കാനും സാധിക്കും. തീർച്ചയായിട്ടും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. അത് കിട്ടും. അത് കിട്ടാനായിട്ട് ആദ്യത്തെ സ്റ്റേജിൽ അത് സംഘടിപ്പിച്ച് നമ്മളിപ്പോൾ ഒരു ശമദമാദിയിലൊക്കെ ആയിട്ടുണ്ട് എന്ന് എത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ കിട്ടിയതിനെ സംരക്ഷിക്കലാണ് ഏറ്റവും പ്രയാസം. അപ്പൊ നമുക്കൊക്കെ കുറെ സാധിച്ചിട്ടുണ്ട്. ഇതിനെ സംരക്ഷിക്കാൻ നമ്മൾ ബുദ്ധിമുട്ടുന്നില്ലേ? പലപ്പോഴും പല കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ ഇത് നമ്മൾ ശമദമാദികൾക്കെതിരാണല്ലോ, മനസ്സിൽ ഇങ്ങനെ തോന്നാൻ പാടില്ലല്ലോ, അല്ലെങ്കിൽ ഇന്ദ്രിയത്തിനെ ഇങ്ങനെ വിടാൻ പാടില്ലല്ലോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. പക്ഷേ പലപ്പോഴും കൈവിട്ടു പോവുകയും ചെയ്യും. അപ്പോ കിട്ടിയതിനെ സംരക്ഷിക്കലാണ് ഏറ്റവും പ്രയാസം. അപ്പൊ സാധാരണ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. സാധാരണ ലൗകിക ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. ബിസിനസ്സിൽ ലാഭമുണ്ടാക്കാം. ലാഭമുണ്ടാക്കിയിട്ട് അത് സംരക്ഷിക്കാൻ അറിയാതെ തകർന്നുപോയ എത്രയോ പേരുണ്ട്. ധാരാളം ഉദാഹരണം നമ്മുടെ മുമ്പിൽ കാണാം. ഒരു ബിസിനസ് തുടങ്ങുന്നു, നന്നായിട്ട് മുന്നോട്ട് പോകുന്നു, നല്ല ലാഭം കിട്ടുന്നു. അപ്പോ പിന്നീട് അതിനെ സംരക്ഷിക്കാൻ അറിയുന്നില്ല. ആ കിട്ടിയ ലാഭത്തിനെ സംരക്ഷിക്കാൻ അറിയാതെ വീണ്ടും അബദ്ധങ്ങളിൽ ചെന്ന് ചാടി എല്ലാം കൂടെ കളഞ്ഞ് പിന്നെയും കടത്തിൽ കയറി അവസാനം ആത്മഹത്യ ചെയ്യുന്ന എത്രയോ പേര് നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോ കിട്ടാനല്ല ബുദ്ധിമുട്ട്, കിട്ടിയതിനെ സംരക്ഷിക്കാനാണ് ഏറ്റവും വലിയ പ്രയാസം. രക്ഷണം, അതാണ് ഏറ്റവും വലിയ വിഷയം. രക്ഷണം. അപ്പോ ഉപരമ എന്നതിനെ അല്ലെങ്കിൽ ഉപരതി എന്നതിനെ ആചാര്യസ്വാമികള് ശമദമങ്ങളുടെ സ്ഥിതി എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ ഉപരതി എന്നുള്ളതിനെ ആചാര്യസ്വാമികൾ ഇപ്പൊ പറഞ്ഞു വന്നത് ശമദമാദികളുടെ സ്ഥിതി, അതിൽ നിഷ്ഠയായിട്ടിരിക്കൽ, അതാണ് ഉപരതി. ശമദമാദികളെ സംരക്ഷിച്ചുകൊണ്ട് അതിൽ ഉറച്ച് ഇരിക്കൽ. മനസ്സിനെ നിയന്ത്രിക്കുക. ഒരു കാരണവശാലും മനസ്സിന്റെ നിയന്ത്രണം കയ്യിൽ നിന്ന് പോകില്ല. ഇന്ദ്രിയ നിയന്ത്രണങ്ങളും കയ്യിൽ നിന്ന് പോകില്ല. ഇതിനെ തുടർച്ചയായിട്ട്, ഒരു സന്ദർഭത്തിലല്ല, തുടർച്ചയായിട്ട് ജീവിതത്തിൽ കൊണ്ടു നടക്കൽ. അപ്പോ എന്താവും? ശമദമാദികൾ നമ്മുടെ നേച്ചറായിട്ട് മാറും. അത് നമ്മുടെ സ്വഭാവമായിട്ട് മാറും. ഒരു ബുദ്ധിമുട്ടും വരില്ല. നമ്മുടെ സ്വഭാവം ഇപ്പൊ നമുക്കുള്ള സ്വഭാവങ്ങൾ കൊണ്ടു നടക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മുടെ സ്വഭാവം കൊണ്ട് നടക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങേര് ദേഷ്യപ്പെടുന്ന ആളാണ്, ഓക്കെ, എല്ലാവരും അങ്ങനെ അംഗീകരിക്കും. നമ്മൾക്ക് വലിയൊരു ക്രെഡിറ്റുമായി ദേഷ്യപ്പെടുന്ന ആളാണെന്ന് പറഞ്ഞാൽ ആ ദേഷ്യത്തെ കൊണ്ടു നടക്കും. അല്ലെങ്കിൽ ഭയങ്കര ദയാലുവായിട്ട് അപ്പോൾ എല്ലാത്തിലും കാണുന്നവരോടൊക്കെ ഭയങ്കര ദയായിട്ട് സംസാരിക്കുകയും അവരുടെ ദുഃഖങ്ങൾ കേൾക്കുകയൊക്കെ ഒരു സ്വഭാവം. അപ്പൊ അതിലും ഒരു ചെറിയൊരു ഇതുണ്ട്. അപ്പൊ അങ്ങനെ പലരും ചോദിയിൽ നമുക്ക് കേൾക്കാമല്ലോ, ഇങ്ങേര് എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിനോട് എപ്പോൾ വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും പറയാം, ഭയങ്കര ദയുള്ള മനുഷ്യനാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വല്പം എന്താ പറയാ, ചെറുതായിട്ടൊന്ന് സുഖിക്കും നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ഇതൊന്നും നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമുക്കൊരു സ്വഭാവം ഉണ്ട്, ആ സ്വഭാവത്തെ കൊണ്ട് നടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അത് ക്രെഡിറ്റും കൂടെയാണ് നമുക്ക്. പക്ഷേ ശമദമാദികളെ സ്വഭാവമാക്കി കൊണ്ട് നടക്കുന്നത് എളുപ്പമാണോ? അല്ല. അപ്പൊ അവിടെ പല പ്രശ്നങ്ങളുണ്ടാവും. എന്താ വെച്ചാൽ പല കാര്യങ്ങളിലും ഈ റെസ്പോൺസിബിലിറ്റി എടുക്കാത്ത സമയത്ത് പല പ്രശ്നങ്ങളുണ്ടാവും. അവനവൻ്റെ ഉള്ളിൽ തന്നെ പ്രശ്നം ഉണ്ടാവും. പിന്നെ മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ സുഖിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ശമദമാദികൾ വരുമ്പോൾ പല സന്ദർഭങ്ങളിലും പല സാമൂഹ്യമായിട്ടുള്ള ഒഴിഞ്ഞു നിൽക്കേണ്ടി വരും, പല കാര്യങ്ങളും വരും. അങ്ങനെ വരുമ്പോൾ അതിനെ ഒരു സ്വഭാവമാക്കി കൊണ്ട് നടക്കുന്നത് എളുപ്പമല്ല. പക്ഷെ ഇവിടെ പറയുന്നു, അത് നമ്മുടെ നേച്ചറായി കൊണ്ട് നടക്കണം, നമ്മുടെ സ്വഭാവമായി മാറണം. ശമദമാദികള്, മനോനിയന്ത്രണവും ഇന്ദ്രിയ നിയന്ത്രണവും സ്വഭാവമായി മാറണം എന്ന് പറയുന്നു. വിഷയേഭ്യ പരാവൃത്തി എന്നാണ് തുടങ്ങുന്നത്. വിഷയേഭ്യ, വിഷയങ്ങളിൽ നിന്ന്. എന്താണ് ഇവിടെ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ? ഇവിടെ ആചാര്യസ്വാമി പറയുന്നത് രണ്ട് വിഷയങ്ങളെയാണ് പറയുന്നത്. അന്തർവിഷയം, ബാഹ്യവിഷയം. അന്തർവിഷയം, ബാഹ്യവിഷയം. നേരത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ലൗകികമായ സുഖങ്ങൾ എന്നുള്ളതിനാണ് വിഷയത്തിന് പറയുക സാധാരണ. ഇവിടെ വരുമ്പോഴത്തേക്കും അന്തർവിഷയം, ബാഹ്യവിഷയം.
എന്താണത്? വിഷയേഭ്യ പരാവൃത്തി. അന്തർവിഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ പഠിച്ചത് തന്നെ ശമം. ശമമാണ് അന്തർവിഷയം. ബാഹ്യവിഷയമോ ദമം. അല്ലേ? ദമം കൊണ്ട് വേണം ബാഹ്യവിഷയത്തെ കീഴടക്കാൻ, ശമം കൊണ്ട് വേണം അന്തർവിഷയങ്ങളെ കീഴടക്കാൻ. പരാവൃത്തി, അപ്പോ അതാണ് പറയുന്നത് വിഷയേഭ്യ പരാവൃത്തി. പരാവൃത്തി എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നിൽക്കൽ, അല്ലെങ്കിൽ വിട്ടു നിൽക്കൽ, അതിൽ നിന്ന് മാറി നിൽക്കൽ, അതിനോട് ചേരാതിരിക്കൽ. അപ്പൊ ഇതിനോട് അന്തർവിഷയങ്ങളിൽ നിന്നും ബാഹ്യവിഷയങ്ങളിൽ നിന്നും വിട്ടു നിൽക്കൽ, പരാവൃത്തി. സാ, ഇത് തന്നെ പരമഃ ഉപരതി, പരമമായ ഉപരതി. അന്തർവിഷയങ്ങളിൽ നിന്നും ബാഹ്യവിഷയങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതാണ് പരമമായ ഉപരതി. അപ്പൊ എങ്ങനെയാണ്? ശമതമാദികളിൽ ഉറച്ച് ഇരിക്കൽ. അതല്ലേ? അന്തർവിഷയം എന്ന് പറഞ്ഞാൽ ശമം, ബാഹ്യവിഷയം എന്ന് പറഞ്ഞാൽ ദമം. അന്തർവിഷയത്തിൽ നിന്നും ബാഹ്യവിഷയത്തിൽ നിന്നും വിട്ടുനിൽക്കൽ എന്ന് പറയുമ്പോൾ ശമതമാദികളിൽ ഉറച്ചു നിൽക്കൽ, തുടർച്ചയായി അതിൽ നിൽക്കൽ, നിലനിൽക്കൽ, സംരക്ഷിക്കൽ, കൺസിസ്റ്റൻസി എന്ന് പറയാം. അല്ലെ? കൺസിസ്റ്റൻസി വേണം എന്ന് പറയാം. മനോനിയന്ത്രണവും ഇന്ദ്രിയ നിയന്ത്രണവും നമ്മുടെ സ്വഭാവമാകുന്നത് വരെ തുടരുന്നതിനെ ഉപരതി എന്ന് പറയും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മനോനിയന്ത്രണവും ഇന്ദ്രിയ നിയന്ത്രണവും നമ്മുടെ സ്വഭാവമാകുന്നത് വരെ തുടരുന്നതിനെ ഉപരതി എന്ന് പറയും. അടുത്തത് തിതിക്ഷ എന്നതാണ്. അപ്പോ വിഷയേഭ്യ പരാവൃത്തി പരമോപരതിർഹിസ, അത് കഴിഞ്ഞു. സഹനം സർവദുഃഖാനാം തിതിക്ഷ സാ ശുഭാമത. എന്താണ് അവിടെ പറഞ്ഞത്? തിതിക്ഷ എന്ന് പറയാൻ സാധാരണ എനിക്ക് പറയുകയാണെങ്കിൽ സഹിക്കുക, ഉൾക്കൊള്ളുക, സഹിക്കുക, ദുഃഖങ്ങൾ സഹിക്കുക, കാര്യങ്ങളെ ഉൾക്കൊള്ളുക. സഹനം എന്ന് പറയാം. അല്ലെ? ഉൾക്കൊള്ളുന്നതിന് സഹനം, തിതിക്ഷയ്ക്ക് സഹനം എന്ന് പറയാം. എന്തിനെയാണ്? സർവദുഃഖാനാം, എല്ലാ ദുഃഖങ്ങളെയും. സഹനം സർവദുഃഖാനാം, എല്ലാ ദുഃഖങ്ങളെയും സഹിക്കൽ, അതാണ് തിതിക്ഷ എന്ന് പറയുന്നത്. അപ്പോ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. സഹിക്കൽ എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യസ്വാമി ഒരു ലക്ഷണം പറയുന്നു തിതിക്ഷയ്ക്ക്, ശുഭ എന്ന് പറയുന്നു. അതെന്താണ് അങ്ങനെ? ദേവരെ കേൾക്കാത്തൊരു കാര്യം. ശുഭ, ശുഭ എന്ന് പറഞ്ഞാൽ മംഗളം തരുന്നത്, ശുഭ, മംഗളം തരുന്നത്, ശുഭാമത. ഇവിടെ ഒരു പദം നമ്മൾ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കണം. അപ്രതീകാരപൂർവകം എന്ന് ചേർക്കണം. അപ്രതീകാരപൂർവകം സഹനം സർവദുഃഖാനാം. അപ്പൊ എന്താണ്? അതായത് വെറുപ്പില്ലാതെ, പ്രതികാര ബുദ്ധിയില്ലാതെ, സമാധാനത്തോടെ സ്വീകരിച്ച് സഹിക്കൽ. അപ്പൊ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും സഹിക്കും, പക്ഷെ ഉള്ളില് ശക്തമായിട്ട് ഇതിനെ പിന്നീട് ഞാൻ എതിരിട്ടോളാം എന്നൊരു തീരുമാനം കൊണ്ട് ഉള്ളിലെടുത്തുകൊണ്ടായിരിക്കും ചില കാര്യങ്ങളൊക്കെ സഹിക്കുന്നത്. അപ്പൊ നമ്മളെ ഒരാൾ അപമാനിക്കുന്നു, അപ്പൊ എൻ്റെ സമയം വരും, അന്നേരം ഞാൻ കാണിച്ചു തരാം എന്നുള്ളിൽ വിചാരിച്ചുകൊണ്ട് ഇപ്പം ഉണ്ടാകാതിരിക്കും. ധാരാളം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളുണ്ട്. ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ അറിയാം, പല സന്ദർഭങ്ങളിലും നമ്മൾ ധർമ്മപരമായിട്ടായില്ല, അധർമ്മപരമായിട്ടായിരിക്കും നമ്മളെ കുറ്റപ്പെടുത്തുന്നതും നമ്മളെ വിമർശിക്കുന്നതും ഒക്കെ. ആ സമയത്തൊക്കെ നമ്മൾ ആ സാഹചര്യത്തിൽ അവിടെ തുടരേണ്ടത് കൊണ്ട് നമ്മൾ സഹിക്കും. ആ സഹനത്തിന് അല്ല ഇവിടെ പറയാം. ആ സഹനം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് മനസ്സിൽ വിചാരിക്കും? എനിക്കൊരു സമയം വരും, അപ്പം ഞാൻ കാണിച്ചു തരാം. ഇന്നിപ്പം ഇങ്ങനെ പോട്ടെ, ഞാൻ ഇതിനൊക്കെ ചോദിക്കും, ഇതിനൊക്കെ മറുപടി ഞാൻ ചോദിക്കും. എല്ലാവരുടെ ജീവിതത്തിൽ ഇത് ഉണ്ടായിട്ടുണ്ടാവും. ഉറപ്പായിട്ടും ഞാൻ ഇതിനൊരു പകരം സമയം വരുമ്പോൾ ഞാൻ ശരിയാക്കി തരാം എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതെ സഹിക്കലാണ് പറയുന്നത്. അതിനെന്താണ്? കർമ്മഗതിയെ ഓർക്കുക. കർമ്മഗതിയെ, ഈ ശരീരം കിട്ടിയപ്പോൾ ഇതിൻ്റെ കൂടെ ചില കർമ്മങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇത്ര കാലം ഇവിടെ നിലനിൽക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഇന്നതൊക്കെ അനുഭവിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. കഴിഞ്ഞ ജന്മങ്ങളിലെ പ്രവൃത്തിയുടെ ഫലമായിട്ട് കർമ്മഗതിക്കനുസരിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ, പല ദുഃഖങ്ങളും വരാം എന്നും പറഞ്ഞ് അതിനെ ആ വന്ന പോലെ അങ്ങ് വിട്ടുപോവുക. അതിനെ പ്രത്യേകിച്ച് അതിനെതിരെ ഒരു
ഉള്ളിലൊരു പകയോട് കൂടിയിട്ട് വെറുപ്പോട് കൂടിയിട്ട് ചിന്തിക്കാതിരിക്കുക. അതേസമയം സമാധാനത്തോടെ സ്വീകരിച്ച് സഹിക്കലാണ് അതിനെ. പിന്നെ നോക്കിക്കോളാം, ശക്തി വരുമ്പോൾ കാണിച്ചു തരാം, അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുക. കൂളായിട്ടിരിക്കുകയും വേണം. ഇഷ്ടമില്ലാത്തത് നടക്കുമ്പോൾ, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നടക്കണേ, അതിനെ സഹിക്കുക, അത് തിതിക്ഷ. ഇഷ്ടമില്ലാത്തത് നടക്കുമ്പോൾ ഈ പറഞ്ഞ അപ്രതീകാരപൂർവമായിട്ടുള്ള ഒരു ചിന്തയും വരാതെ സഹിക്കുന്നത് തിതിക്ഷ. ഈ സഹനം നമ്മുടെ പ്രയത്നം കൊണ്ടും ഫലമില്ലാതെ വരുമ്പോൾ ആയിരിക്കണം. പ്രയത്നിക്കാതെ ഇരുന്നു കൊണ്ടെല്ലാം സഹിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കലല്ല. കാരണം ഈ ശരീരം തന്നിരിക്കുന്നത് പ്രവർത്തിക്കാനാണ്, കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല, കർമ്മം ചെയ്യണം നിർബന്ധമായി. അപ്പോ ഏതറ്റം വരെ ആ വിഷമഘട്ടങ്ങളിൽ അതിനെ പരിഹരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. പക്ഷേ പൂർവജന്മത്തിന്റെ ആ ശക്തി, കർമ്മത്തിന്റെ നമ്മൾ അനുഭവിക്കേണ്ടതായ കർമ്മഫലങ്ങളുടെ ശക്തി അനുസരിച്ച് നമ്മുടെ പ്രവൃത്തികൾ ഒരു പക്ഷേ പരാജയപ്പെട്ടേക്കാം. ധാരാളം സന്ദർഭങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. നമ്മളെല്ലാം കണക്കാക്കി വളരെയധികം കാൽക്കുലേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ളവരാണ് എല്ലാവരും. പക്ഷെ ഒന്നും നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തല്ല ഇപ്പോൾ വന്ന് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതെന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ പൂർവജന്മ കർമ്മങ്ങളുടെ ഫലം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞ് വിചാരിക്കരുത്. ശരിയാണല്ലോ, ഇത് പൂർവജന്മ കർമ്മഫലമായിട്ടുള്ളതാണ്, ഓക്കെ അങ്ങനെ പോട്ടെ, ഇനിയും നമുക്ക് നോക്കാം, എവിടെ വരെ പോകും നോക്കാം, കുഴപ്പമില്ല, ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ആ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ, അതിനെ സ്വീകരിക്കല്, അത് പ്രയത്നമില്ലാതെ കണ്ടല്ല. അപ്പോഴും നമ്മൾ പ്രയത്നിക്കും, വീണ്ടും പ്രയത്നിക്കും, പക്ഷെ അതിന് ഫലം കിട്ടിയെന്ന് വരില്ല. കിട്ടാതിരിക്കുമ്പോൾ അത് ശരി, ഓക്കെ, അതിനെ സഹിക്കുന്നു. അവിടെയാണ് ആ ഫലം കിട്ടാതെ വരുമ്പോൾ അതിനേരെ ഈശ്വരനെ പ്രാകുകയോ വീട്ടുകാരെ പ്രാകുകയോ മറ്റുള്ളവരെ പ്രാകുകയോ, എൻ്റെ ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണം മറ്റുള്ളവരാണ് എന്നുള്ളൊരു തോന്നല്. ഞാൻ മറ്റേ പഴയ ക്ലാസ്സിൽ നമ്മളിത് എടുത്തിട്ടുണ്ട്, വിവേക ചൂടാമണിയിൽ. നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം നമ്മളുടെ കുറവുകൾക്ക്, നമ്മുടെ തെറ്റുകൾക്ക്, നമ്മുടെ പരാജയങ്ങൾക്ക് നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതാണ് ഏറ്റവും വലിയ നമ്മുടെ മാനസിക വളർച്ച നമ്മളെ തടസ്സപ്പെടുത്തുന്നത്. ഈ പറഞ്ഞ ആത്മജ്ഞാനത്തിനും തടസ്സമായി നിൽക്കുന്ന ഒരു വലിയൊരു കാര്യം അതാണ്. എല്ലാത്തിനും വേറൊരാൾ കാരണമാണ് എനിക്കിങ്ങനെ സംഭവിച്ചേ, അയാൾ കാരണമാണ് സംഭവിച്ചേ, അദ്ദേഹം അത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, അതുകൊണ്ട് ഇത് ഇങ്ങനെ സംഭവിച്ചു. ഇങ്ങനെ നമ്മൾ ഏതിനും നമ്മൾ ഒരു വേറൊരാളെ ടാർഗറ്റ് ചെയ്യും. നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു തെറ്റായിട്ട് അതിനെ സ്വീകരിക്കാതെ വേറൊരാൾ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അത് ഞാൻ സ്വീകരിച്ചതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ എല്ലാവരിലും ഉള്ളൊരു കാര്യമാണ്, എല്ലാവരിലും ഉള്ളൊരു കാര്യമാണ്. അത് മാറ്റിയെടുക്കാൻ എളുപ്പമല്ല, പക്ഷെ നന്നായിട്ട് ശ്രമിച്ചാൽ സാധിക്കും. ഇപ്പോൾ നമുക്കത് സാധിക്കും, ഈ സ്റ്റേജിൽ നമുക്കത് സാധിക്കും. കാരണം നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, പ്രത്യേകിച്ചും കർമ്മ തിയറി പഠിച്ചതുകൊണ്ട് ഇപ്പം അത് സാധിക്കും. കർമ്മ തിയറി പഠിക്കാത്തവരാണ് ഇങ്ങനെ പറയുന്നത്. കർമ്മ തിയറി പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഒരു പരാജയത്തിന് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ലൗകിക ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പറ്റാത്തതിന് കാരണം ഇന്നാളാണ് എന്നുള്ള പറച്ചിൽ നമ്മൾ ഒഴിവാക്കും. അങ്ങനെ ഒഴിവാക്കി കഴിയുമ്പോൾ എന്തുണ്ടാവും? അതിനെ സഹിക്കലായി മാറും. വേറെ ആരെ കുറ്റം പറയുമ്പോൾ സഹിക്കലല്ല, വേറെ ആളെ കുറ്റം പറയാതെ ശരിയാണ്, കർമ്മഗതി എന്ന് പറഞ്ഞാൽ എന്ത് കറക്റ്റാ എന്ന് പറഞ്ഞ് വളരെ ഹാപ്പി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. വരട്ടെ, നോക്കാം, നമുക്ക് എവിടം വരെ പോകും നോക്കാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ സമയം വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്നുള്ളതും ഓക്കെ ആയിക്കോട്ടെ എന്ന് പറയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ പ്രയത്നം ഒഴിവാക്കാൻ പാടില്ല, മാക്സിമം പ്രയത്നിച്ചുകൊണ്ടിരിക്കണം. കാരണം ശരീരം കിട്ടിയിരിക്കുന്ന കർമ്മം ചെയ്യാനായിട്ടാണ്. ആ കർമ്മം ചെയ്യുന്ന സമയത്ത് കൂടുതൽ കർമ്മഫലം വരുത്തി വെക്കാതിരിക്കുക. മാത്രമല്ല ഈ ശരീരം പോകുന്നതിന് മുൻപേ അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്തണം. മനുഷ്യജന്മമാണ് കിട്ടിയിരിക്കുന്നത്, ഏറ്റവും വിലപ്പെട്ടതാണ് കയ്യിൽ തന്നിരിക്കുന്നത്, ഒരു നിമിഷം പോലും പാഴാക്കാനില്ല. അതിനാണ് നേരത്തെ പറഞ്ഞത്, മറ്റുള്ളവരുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടും വൈദിക കർമ്മങ്ങളുടെ പുറകെ പോയിട്ടും ലൗകിക വിഷയങ്ങൾ നേടണമെന്നുള്ള രീതിയിലുള്ള വൈദിക കർമ്മങ്ങളുടെ പുറകെ പോയിട്ടും സമയം കളയല്ലേ എന്ന് ആചാര്യസ്വാമി പറഞ്ഞത്. സമയം വളരെ വിലപ്പെട്ടതാണ്. ലക്ഷ്യത്തിലേക്ക് എത്താൻ വളരെ അധികം സമയം ഇല്ല നമ്മുടെ കയ്യിൽ. ഇനി പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. ഏത് സമയത്തും നമ്മുടെ ഈ ശരീരം നമ്മളെ വിട്ടു പോകാം, നമ്മളെ ശരീരത്തെ ഉപേക്ഷിക്കേണ്ടി വരും, എപ്പോൾ വേണമെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഒട്ടും സമയം കളയാതിരിക്കുക, സഹനം എന്നുള്ളത് പഠിക്കുക. അപ്പൊ തിതിക്ഷ എന്ന സാധന നമുക്ക് മംഗളത്തെ തരും എന്ന് പറഞ്ഞു. അടുത്ത സംശയം അവിടെയാണ്.
അതെങ്ങനെയാ മംഗളം തരുന്നതെന്ന്. തിതിക്ഷാസാ ശുഭാമത. തിതിക്ഷ എന്ന സാധനം നമുക്ക് മംഗളത്തെ തരുന്നത്, അത് നന്മയെ തരും എന്ന് പറയുന്നു. അതെങ്ങനെയാ? കഷ്ടമായ അനുഭവങ്ങളെ മനസ്സിൽ പ്രതികാര ചിന്തയില്ലാതെ സ്വീകരിക്കലാണ് തിതിക്ഷ എന്ന് പറഞ്ഞു. വളരെ ശ്രദ്ധയോടെ ഇരിക്കേണ്ട സാധനയാണ് തിതിക്ഷ എന്ന് പറയും. ഏറ്റവും ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു സാധനയാണ് തിതിക്ഷ. നമ്മുടെ ദുഃഖങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക്, കഷ്ടത്തിന്, നിവൃത്തിക്ക് വേണ്ടി പ്രയത്നിക്കാതിരിക്കരുത്, അതും പറഞ്ഞു. പ്രയത്നശേഷം ആണ് തിതിക്ഷ. പ്രയത്നിക്കുക, അതിന് ഫലത്തിനെ നോക്കിയിരിക്കാതിരിക്കലാണ് തിതിക്ഷ. അസുഖത്തിന് മരുന്ന് കഴിക്കണം. മരുന്ന് കഴിക്കാതിരിക്കാൻ പറ്റില്ല. ഏത് അസുഖം വന്നാലും മരുന്ന് കഴിക്കണം. മരുന്ന് ശരീരത്തിൽ പ്രവർത്തിക്കുവാനുള്ളൊരു സമയം അതിന് കൊടുക്കണം, ഇല്ലേ? ഇപ്പൊ 7 days ഒരു ആന്റിബയോട്ടിക്കിന് ചിലപ്പോൾ 7 ദിവസം പറയും, ചില ആന്റിബയോട്ടിക്കിന് 3 ദിവസം പറയും, ചിലതിന് 11 ദിവസം പറയും, അങ്ങനെ പറയും. അപ്പൊ അതിന് പ്രവർത്തിക്കാനൊരു സമയമുണ്ട്. ഏത് മരുന്നിനും പ്രവർത്തിക്കാനുള്ള സമയമുണ്ട്. ഇപ്പോൾ പാരസെറ്റമോൾ പോലും 3 നേരം കഴിക്കാൻ, 6 മണിക്കൂർ ഇടപെട്ട് കഴിക്കാന്ന് പറയാം. എന്താ അങ്ങനെ പറയാൻ കാരണം? 3 എണ്ണം എടുപ്പിച്ചും കഴിച്ചാൽ പോരെ, ഉടനെ തന്നെ 3 എണ്ണം കഴിച്ചാൽ എന്താ കുഴപ്പം? ഇത്രയും സമയം നോക്കിയിരിക്കേണ്ടല്ലോ. അപ്പോൾ അതിനൊരു ടൈമുണ്ട് വർക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് എല്ലാ കാര്യത്തിനും അങ്ങനെ സമയമുണ്ട്. അതുപോലെയാണ് ഈ തിതിക്ഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ അറിയണ്ടേ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അങ്ങനെയാണ് ഹൗ ടു ഫോളോ തിതിക്ഷ. എങ്ങനെയാ തിതിക്ഷയെ ഫോളോ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. സമാധാനമായിരിക്കാം. എങ്ങനെ സമാധാനമായിരിക്കാം? ചിലർ ചോദിക്കും എങ്ങനെ സമാധാനമായിരിക്കാം എന്ന്. സമാധാനം തരാതെ, ഒരു തരത്തിലും നമുക്ക് സമാധാനം തരാതെ ചോദിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെയാന്ന് സമാധാനം കിട്ടുക? എനിക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞു തരാമോ? എനിക്ക് സമാധാനം കിട്ടുമെന്ന് പറഞ്ഞു തരാമോ? അവര് ഒരു സമാധാനമില്ലാതെ തിരിച്ചിങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ സമാധാനം പോകും. അങ്ങനെ സാധാരണ സംഭവിക്കാറുണ്ട്. വീടുകളിലൊക്കെ നടക്കുന്നൊരു കാര്യം. എനിക്കൊരു സമാധാനവും ഇല്ല, ഒന്ന് പറഞ്ഞു തരാമോ, ഇത് എങ്ങനെയാണ് ചെയ്തു തരാം എന്ന് പറഞ്ഞാലോ ഒരു സമാധാനമില്ല, ഒരു സമാധാനമില്ല. സമാധാനമില്ലാതെ സമാധാനത്തിനെയാണ് ചോദിക്കുക. നമുക്ക് തിതിക്ഷ, അതായത് സഹനശക്തി നാച്ചുറലായി വരണം. നാച്ചുറലായിട്ട് വരണം. അത് നാച്ചുറലായിട്ട് എവിടെയാ ഉണ്ടായിരിക്കുക? സാധാരണയായിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സമ്പാദിക്കൽ, അതിന് വേണ്ടിയിട്ട് തടസ്സങ്ങൾ വന്നാലും ദുഃഖം വന്നാലും നമ്മൾ സഹിക്കും. അത് ആചാര്യസ്വാമിയുടെ വളരെ നല്ല ഒരു വെർഷനാണ് ഇവിടെ പറയുന്നത്. ഇത് മനസ്സിലാക്കാനായിട്ട്, ഈ തിതിക്ഷ മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ സങ്കടങ്ങളെ വളരെ നല്ല രീതിയിൽ തിതിക്ഷയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതായത് വളരെ നന്നായിട്ട് തോന്നിയത്, സാധാരണയായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സമ്പാദിക്കാനായിട്ട് നമ്മൾ പരമാവധി സഹനശക്തിയോടെ ഇരിക്കും. വളരെ ശരിയല്ലേ? എന്തുമാത്രം ക്ഷമയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവും. നമ്മുടെ ഇഷ്ടപ്പെട്ടൊരു സംഗതി കയ്യിൽ വരണമെങ്കിൽ, കാശോ പണമോ വീടോ സ്വത്തോ എന്തോ ആയിക്കോട്ടെ, ഏതാണെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു സംഭവത്തിനെ നേടണമെങ്കിൽ ഏറ്റവും സമാധാനമായിട്ട് അതിൻ്റെ പുറകെ പോകും. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അവിടെ ഒന്നും വഴക്കുണ്ടാക്കാതെ, വക്കാണുണ്ടാക്കാതെ എങ്ങനെയെങ്കിലും ഇത് സാധിച്ചെടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വളരെ കൂളായിട്ട്, അകത്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും പുറത്ത് കാണിക്കാതെ ഉണ്ട്, എങ്ങനെയെങ്കിലും ഇത് നേടണം, അതിനുവേണ്ടി എന്തും സഹിക്കും. അതേ സഹനശക്തി ആയിരിക്കണം ഇവിടെ എന്ത് നേടാൻ? ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യമായ മോക്ഷം നേടാൻ. അതിന് എളുപ്പമാണോ? അതിന് വരുന്ന കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ട. ശരി, മോക്ഷം എന്ന് പറയുന്നത് എന്താണെന്നൊന്നും ഇപ്പൊ അറിയാമല്ലോ നമുക്ക്. ഈ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇനി അനുഭവിച്ചത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതുമില്ല. അപ്പൊ ഇവിടെ പ്രമാണം വേദം മാത്രമാണ്. അപ്പോ അങ്ങനെ ഒരു സുഖമുണ്ട്. ഏതാണ്? നിത്യമായ ഒരു സുഖമുണ്ട്, നിത്യമായ ഒരു ആനന്ദമുണ്ട്. ഈ കാണുന്നതൊക്കെ അനിത്യമാണ്. അനിത്യമാണെന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നിത്യമായതിനെ നമ്മൾ അനുഭവിച്ചിട്ടില്ല. അത് അനുഭവിക്കുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. അത് വേറൊരാൾക്കോട് പറഞ്ഞു തരാനും പറ്റില്ല, തൊട്ട് കാണിച്ചു തരാനും പറ്റില്ല, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാനും പറ്റില്ല. അതാണ് അപരോക്ഷ അനുഭൂതിയിലേക്ക് നമ്മളെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പോവാണ് അപരോക്ഷ അനുഭൂതി എന്താണ് എന്നറിയാനായിട്ട്. അപ്പോ ആ അറിയണമെങ്കിൽ എന്ത് വേണം? ഇഷ്ടപ്പെട്ട സാധനം നേടാൻ വേണ്ടി എന്തുമാത്രം ക്ഷമിക്കുമോ അത്ര പോലെ അതിനെക്കാട്ടും കൂടുതലായിട്ട് തന്നെ ക്ഷമ ഇവിടെ ഉണ്ടായിരിക്കണം. അതായത് സഹനശക്തി വരണം. അതാണ് തിതിക്ഷ. അപ്പൊ അവിടെ തടസ്സങ്ങൾ വന്നാലും ദുഃഖങ്ങൾ വന്നാലും ഒക്കെ നമ്മൾ സഹിക്കും ആ കാര്യത്തിന് പോകുമ്പോൾ. കാരണം അത് നേടണം എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് മുമ്പിലുള്ള. ഇപ്പോ ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സിനിമയ്ക്ക് പോകണം. വീട്ടിലൊരു
+2 പഠിക്കുന്ന ഒരു പയ്യനുണ്ട്. അവന് സിനിമയ്ക്ക് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു 2 കിലോമീറ്റർ അപ്പുറയാണ് തിയേറ്റർ. അപ്പോൾ ഇത്ര ദൂരം പോകണല്ലോ, നീ സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ 2 കിലോമീറ്ററൊക്കെ നിനക്ക് നടന്നു പോകാൻ പറ്റുമോ? സൈക്കിളോ അല്ലെങ്കിൽ വെഹിക്കിളൊന്നും ഇല്ല, നടന്നു പോകണം. പറ്റുമോ എന്ന് ചോദിച്ചാൽ പിന്നെ ഒരു കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം, എന്ത് വില കൊടുത്തും അത് കാണണം, എനിക്ക് സിനിമ കാണണം, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞാൽ പോവും, ഉറപ്പായിട്ടും പോവും. പൈസ കൊടുത്തു കഴിഞ്ഞാൽ സിനിമ കാണാൻ പോകും. അതേ കക്ഷിയോട് ഒരു 1/2 കിലോമീറ്റർ അപ്പുറം ഒരു കടയിൽ ഒരു സാധനം മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ ഉടനെ പറയും എനിക്ക് വയ്യ, തീരെ വയ്യ, കാല് വേനെടുത്തിട്ട് മേല, അല്ലെങ്കിൽ വയറുവേന എടുക്കുന്ന, അല്ലെങ്കിൽ ജലദോഷമുണ്ട്, എനിക്ക് വയ്യ എന്ന് പറയും. അപ്പൊ ഇവിടെ എന്താണ്, 1/2 കിലോമീറ്റർ നടക്കാൻ ഒരു ബുദ്ധിമുട്ട്, 2 കിലോമീറ്റർ നടക്കാൻ ബുദ്ധിമുട്ടില്ല. കാരണം ലക്ഷ്യം വേറെയായിരുന്നു. ആ ലക്ഷ്യം 2 കിലോമീറ്റർ അപ്പുറയുള്ള ലക്ഷ്യത്തിന് ബുദ്ധിമുട്ടില്ല, 1/2 കിലോമീറ്റർ മാത്രമുള്ള ഒരു കാര്യത്തിന് ബുദ്ധിമുട്ട്. സിമ്പിളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ തന്നെ ഇത് അപ്ലൈ ചെയ്യാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ. മറ്റുള്ളവരെ പറയണ്ട, നമ്മൾ തന്നെ അപ്ലൈ ചെയ്യാറുണ്ടല്ലോ. എങ്ങനെയാ അപ്ലൈ ചെയ്യാറ്? ഒരു ക്ലാസ്, നല്ലൊരു ക്ലാസ് ഉണ്ട്, ആ സമയത്ത് വേറൊരു ലൗകികമായ ഒരു കാര്യമുണ്ട്. അപ്പോൾ വേദാന്തം പഠിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രഭാഷണം, നല്ല പ്രഭാഷണമുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? വേദാന്തത്തിന് എന്തെങ്കിലും ഒരു മനസ്സൊരു തടസ്സത്തെ കണ്ടുപിടിക്കും. ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആ ക്ലാസ്സിന് പോയേനെ. നമ്മൾ ചെയ്യാറുള്ള ഒരു കാര്യമാണ്. അതെങ്ങനെയെങ്കിലും നമ്മൾ, കാരണം വേദാന്തമായതുകൊണ്ട് എങ്ങനെയെങ്കിലും നമ്മൾ ഒഴിവാക്കാൻ നോക്കും, ലൗകികമായ കാര്യത്തിലോട്ട് അട്രാക്റ്റഡ് ആയി പോകും. അതാണ് മായയുടെ ശക്തി, കലികാലത്തിന്റെ ശക്തി. അപ്പോ അവിടെ ഈ തിദീക്ഷ കൊണ്ടുവരണം. എന്ത് സഹിച്ചും ഞാൻ അവിടെ പോയിരിക്കും. ഇപ്പൊ മഴ, നല്ല മഴയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിശക്തമായ മഴയാണെങ്കിൽ ഒന്നും പറയണ്ട, ഒരു കോരിച്ചൊരിയുന്ന മഴയായിരുന്നു, എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു ആ ക്ലാസ്സിന്, നല്ല ക്ലാസ്സായിരുന്നു ആ സാറിൻ്റെ, പോകണമെന്നുണ്ടായിരുന്നു, എന്തെല്ലാം കാര്യങ്ങൾ കിട്ടുമായിരുന്നു എന്നൊക്കെ ഭയങ്കര വാചകടിക്കും. പക്ഷേ പോവാമായിരുന്നല്ലോ. ഈ പെരുമഴയത്ത് വേറെ കാര്യങ്ങൾക്ക് പോകാറില്ലേ? എത്രയോ കാര്യങ്ങൾക്ക് പോകാറുണ്ട്. എന്തെങ്കിലും വേറെ അത്യാവശ്യമാണെങ്കിൽ ഉറപ്പായിട്ടും പോകും. വേറൊരാൾ, ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, അത്യാവശ്യമായിട്ട് സാറിന് നമ്മളെന്ന് കാണണം എന്ന് പറഞ്ഞു, ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് കാണണം എന്ന് പറഞ്ഞു, ഇത്തിരി നാളായാലോ കണ്ടിട്ട് പറഞ്ഞാൽ ഉടനെ പോകും. ഈ പെരുമഴയത്താണെങ്കിലും പോകും. അതേപോലെ എന്ത് കാര്യത്തിനാണെങ്കിലും, വേറെ വീട്ടിലെന്തെങ്കിലും ഒരു സാധനം, ഒരു പാല്, അത്യാവശ്യമായിട്ട് ഒരു പാക്കറ്റ് പാല് മേടിക്കണം, നല്ല കോരിച്ചൊരിയുന്ന മഴ, കാപ്പ് കുടിച്ചിട്ടില്ല, പോവില്ലേ? പോവും. കുടയെടുത്തോണ്ട് പോയി പാല് മേടിച്ചോണ്ട് വരും കാപ്പ് കുടിക്കാനായിട്ട്. പക്ഷേ ക്ലാസ്സിന് പോവില്ല. അപ്പൊ അയ്യോ എന്നാ മഴയായിരുന്നു, ഇടിയും കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഒഴിവാകും. കാരണം അതിനോടുള്ള സമീപനം, ആ ലക്ഷ്യബോധത്തിന്റെ ഒരു പ്രശ്നമാണ് അവിടെ. അപ്പൊ ജീവിതത്തിലെ ഏത് കാര്യത്തിലും ലക്ഷ്യം നേടും. അപ്പൊ ഇവിടെ ഏറ്റവും നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞത് ഏറ്റവും നല്ല ഉദാഹരണമാണ് വേദാന്തം പഠിക്കാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് വളരെ ശരിയാണെന്ന് തോന്നാറുണ്ട്. ഏറ്റവും എന്താ പറയാ, ചില സ്ഥലങ്ങളിൽ വേദാന്തത്തിന്റെ ഈയിടെ ഒരു ക്ലാസ് കാണുകയുണ്ടായി. അപ്പൊ ഞാൻ ആ ക്ലാസ് വളരെ രസകരമായിട്ട് ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് ഈ ആചാര്യനെ ഇങ്ങനെ കാണിച്ച് കുറെ കഴിഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന, അപ്പൊ ഈ ആചാര്യൻ നല്ലതായിട്ട് ക്ലാസ് എടുക്കുക. അപ്പോൾ നമുക്ക് തോന്നും ഒരുപാട് വലിയൊരു സദസ്സിന്റെ മുമ്പിലാണ് ക്ലാസ് എടുക്കണേ എന്നുള്ള. ആദ്യം തന്നെ ഞാനും ഈ ക്ലാസ് കേട്ടുകൊണ്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ക്യാമറ ആൾക്കാരുടെ അടുത്തേക്ക് തിരിച്ചപ്പോഴത്തേക്കും ആകപ്പാടെ 8 പേരാണ് അവിടെ ഇരുന്നിരുന്നത് ഇത് കേൾക്കാൻ. അതും ഒരു 60 വയസ്സിന് മേലെയുള്ളവർ. 8 പേര് 60 വയസ്സിന് മേലുള്ളവർ. കറക്റ്റ് നമുക്ക് എണ്ണാം, 8 പേരേ ഉള്ളൂ. ആ 8 പേർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത് ഇദ്ദേഹം. ഒരു 1.25 മണിക്കൂർ ക്ലാസ്സാണ്. അത് കാരണം അത് വേദാന്തമായിരുന്നു. അപ്പോ മനസ്സിലായല്ലോ. അപ്പൊ മറ്റേ ഒരു ഹോൾ എങ്ങനെ ഇരിക്കും, എത്ര ജനം ഉണ്ടായിരിക്കും, വേദാന്തത്തിന്റെ ക്ലാസ്സിൽ എത്ര പേരുണ്ടായിരിക്കുന്നു ഊഹിക്കാവുന്നത്. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ വളരെ നന്നായിട്ട് തോന്നി. ഒന്നും വേണ്ട, തിദീക്ഷയുണ്ടോ എന്നറിയാം, വേദാന്ത ക്ലാസ് മുടങ്ങാതെ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, പോകുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ അറിയാം നമുക്ക് തിദീക്ഷ വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോ ലക്ഷ്യം നേടും എന്ന ചിന്തയോടെ പ്രയത്നിച്ചാൽ തനിയെ തിദീക്ഷ ഉണ്ടാകും. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നു ഉപേക്ഷ, കൂടുതൽ അറ്റൻഷൻ കൊടുക്കാതിരിക്കൽ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൂടുതൽ അറ്റൻഷൻ കൊടുക്കാതിരിക്കാൽ അങ്ങനെ തിദീക്ഷയെ ഡെവലപ്പ് ചെയ്യാം. കൂടുതൽ അറ്റൻഷൻ കൊടുക്കാതിരിക്കുക, സാരമില്ല എന്ന മനസ്സിൽ ഏത് കാര്യം എന്നാലും സാരമില്ല എന്ന് ശീലിക്കണം. പതുക്കെ ശീലിച്ചു കൊണ്ടുവരണം. അങ്ങനെ ഒരു ഉപേക്ഷ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അത് സാധിക്കും. ഇപ്പോ വയസ്സായ ആൾക്കാർക്ക് വേറെ എൻഗേജ്മെന്റ് ഒന്നും ഇല്ലാത്ത കാരണം അവര് ചെറിയ അസുഖം വന്നാൽ പോലും പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും നമ്മൾ പ്രായമായവരെയൊക്കെ കണ്ടിട്ടുള്ളവരാണ്, നമ്മളും ആ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ചെറിയ കാര്യത്തെ പോലും
എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ധാരാളം നമുക്ക് അനുഭവമുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇതാണ് കാര്യം. അവിടെ ഉപേക്ഷ അവർ ശീലിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മളിപ്പോഴേ ഉപേക്ഷ ശീലിച്ചോണം, അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് പണിയാവും. നമ്മൾ ഉപേക്ഷ ശീലിക്കണം. കൂടുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ കണ്ട് സാരമില്ല, ചെറിയൊരു ചെവി വേദന വന്നു, സാരമില്ല, ഓക്കെ, ഒന്ന് പറഞ്ഞു ശരി, അല്ലെങ്കിൽ ഇന്ന് മരുന്ന് കഴിച്ചു, ഓക്കെ. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ ഉള്ളതാണ്, നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഇതൊക്കെ. അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ട് വരണം. അപ്പൊ എങ്ങനെയാണ്? അടുത്ത പ്രവൃത്തിയിൽ ഏർപ്പെടണം. സാരമില്ല എന്നും പറഞ്ഞ് അടുത്ത പ്രവൃത്തിയിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ആ തിദിക്ഷയെ അതിലേക്ക് വളർത്താൻ സാധിക്കും. മൂന്നാമതായിട്ട് പറയുന്നു അഭ്യാസ, അല്ലെങ്കിൽ തപസ് എന്നും കൂടെ പറയാം. അഭ്യാസം എന്ന് പറയുന്നതിന് വേറൊരു വെർഷനും കൂടെ തപസ് എന്നും കൂടെ പറയും. ഇപ്പോ ഒരു മരണം എടുക്കുമ്പോൾ ആളുണ്ടായിരുന്നപ്പോ, നമ്മുടെ വീട്ടിൽ ഒരാളുണ്ടായിരുന്നു, ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു, മരിച്ചുപോയി. പെട്ടെന്ന് ആ ഒരു വേർപാടിൽ നമുക്ക് നല്ല പ്രയാസം ഉണ്ടാവും. എന്താ പറയുക, ഒരു ഒഴിവ് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് ആദ്യ ദിവസങ്ങളിൽ മാക്സിമം ഒരു മാസം. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ആളില്ലാതെ ആ ആള് ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികളെയെല്ലാം നമ്മൾ ശീലിച്ചു പോയതുകൊണ്ട് നമുക്ക് കാര്യമായ ദുഃഖം അപ്പോൾ ഉണ്ടാവില്ല. ഗ്രാവിറ്റി കുറഞ്ഞു വരുന്നുണ്ടല്ലോ. അതല്ലേ വലിയൊരു മനസ്സിന്റെ വലിയൊരു പ്രത്യേകതയാണത്. കുറച്ച് കൊണ്ടുവരാനുള്ളൊരു കഴിവുണ്ട് മനസ്സിന്. മറ്റുള്ളതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവരാനുള്ളൊരു കഴിവുണ്ട്. അത് മറക്കലല്ല. മറക്കൽ വേറെ, കംപ്ലീറ്റ് മറന്നു പോകുന്നത് വേറെ. ഇത് മറക്കലല്ല, നമുക്കറിയാം. പക്ഷെ നമ്മൾ അതിനെ സ്വീകരിച്ചുകൊണ്ട് അവിടെ ഒരു തിദിക്ഷയുണ്ട്. അവിടെ ഒരു തിദിക്ഷയുണ്ട്. അതിനെയും കൂടെ നമ്മൾ കൊണ്ടുവരികയാണ്. ആ ആളുണ്ടായിരുന്നപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ നമ്മളിപ്പോ വളരെ സഹനശക്തിയോടെ അതിനെ നമ്മൾ സ്വീകരിച്ച്, അത് അഡീഷണൽ റെസ്പോൺസിബിലിറ്റി അല്ലല്ലോ, ആളില്ലല്ലോ, ആളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചതല്ലല്ലോ. ആളില്ലാത്തപ്പോൾ അത് ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുമ്പോൾ ഒരു സഹനത്തോടു കൂടിയാണ് പോകുന്നത്. അപ്പോ ആ കാര്യമായ ദുഃഖവും ഉണ്ടാവില്ല. അതായത് ആ ആള് പോയതിൽ. അപ്പൊ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസം ഇങ്ങനെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഒരു കാര്യം പറയുന്നത്, വേറെ ഒരു മനസ്സിന് ഉണ്ടാകുന്ന ഒരു പ്രയാസം പറയുന്നത്, നമുക്ക് ഇപ്പൊ സുഖമാണ്, നാളെ കഷ്ടപ്പാട് വരുമോ? എല്ലാ മനുഷ്യരുടെയും പ്രശ്നം അതാ. ഒരു സമാധാനക്കുറവ് നാളത്തെ കാര്യം ആലോചിച്ചിട്ടാണ്. നാളെ കഷ്ടപ്പാട് വരുമോ എന്ന ചിന്ത വലിയൊരു ചിന്തയാണ്. അതുകൊണ്ടാണ് ഈ എല്ലാം അക്യുമുലേറ്റ് ചെയ്ത് വെക്കുന്നത്, വീണ്ടും വീണ്ടും പൈസ സ്വരൂപിച്ച് വെക്കുന്നത്. എല്ലാം നമ്മൾ നാളെ ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു ഉറപ്പില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. പക്ഷെ ചിന്തിക്കുന്നത് മുഴുവൻ നാളെ നമ്മൾ കഷ്ടപ്പെട്ടാലോ, നാളെ നമുക്കത് വന്നാലോ, നാളെ വെള്ളപ്പൊക്കം വന്നാലോ, നാളെ കാറ്റ് വന്നാലോ, എല്ലാം അടുത്ത ദിവസം ഇനി ഫ്യൂച്ചറിനെ കുറിച്ച് ഭയങ്കര ആശങ്ക, ഒരുപാട് ആശങ്കയാണ് ഫ്യൂച്ചറിനെ കുറിച്ച്. തിദിക്ഷ ഉണ്ടെങ്കിൽ ഈ ഒരു ഭയം ഉണ്ടാകില്ല. തിദിക്ഷ തരുന്ന ഏറ്റവും വലിയൊരു എന്താ പറയാ, ഏറ്റവും വലിയൊരു നിധിയാണ് തിദിക്ഷ നമുക്ക് തരുന്ന. ഭയം മനസ്സിൽ നിന്ന് പോകും. ശരിയല്ലേ? ഏറ്റവും നമുക്ക് കഷ്ടം എന്തിലാണ്? ഭയമാണ് ഏറ്റവും വലിയൊരു മനസ്സമാധാനത്തിനെ കളയുന്നൊരു സാധനമാണ് ഭയം. ഭയമുണ്ടെങ്കിൽ ഒരിക്കലും സമാധാനം വരില്ല. ഭയം നമുക്ക് എന്തിനെ കുറിച്ചാ? നമുക്ക് കൂടെ ഇരിക്കുന്ന ആൾക്കാരെ കുറിച്ചൊന്നും ഭയമില്ല, ഫ്യൂച്ചറിനെ കുറിച്ച് ഭയം. ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഭയം പോണമെങ്കിൽ തിദിക്ഷ ശീലിക്കണം, സഹിക്കാൻ പഠിക്കണം. സഹിക്കാൻ പഠിച്ചാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കില്ലല്ലോ. തിദിക്ഷ ഉണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും ഭയമില്ലാതെ സാഹചര്യത്തെ നേരിടാൻ പഠിക്കും. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ ശുഭ എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞിട്ടാണ് എന്തുകൊണ്ടാണ് ശുഭ എന്ന് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ശുഭ. ഏത് കാര്യത്തെ നേരിടാൻ സാധിക്കും തിദിക്ഷ കൊണ്ട് എന്ന് പറയുമ്പോൾ ശുഭ, മംഗളമായില്ലേ. പിന്നെ അവിടെ സമാധാനമല്ലേ ഉള്ളൂ, അവിടെ മംഗളമല്ലേ ഉള്ളൂ. ഏതിനെ നേരിടാന്ന് പറഞ്ഞാൽ മംഗളമായില്ലേ. പിന്നെ എന്താണ് അവിടെ? ഭയമില്ല, ഭയമേ പോയി മനസ്സിൽ നിന്ന്. പാപപുണ്യം ഏതാണ്ട് ഒരുപോലെ ആവുമ്പോഴാണ് മനുഷ്യജന്മം എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോ ദുഃഖം ഉണ്ടാവും എന്നുള്ള ഉറപ്പാ. എല്ലാവരുടെ ജീവിതത്തിലും ദുഃഖം വന്നുകൊണ്ടേയിരിക്കും. വരും പോകും ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് പുറകെ വന്നുകൊണ്ടിരിക്കും, ഉറപ്പാ. അങ്ങനെ വരുന്ന സമയത്ത് സഹനം പഠിക്കണം, തിദിക്ഷ പഠിക്കണം. അവിടെ തിദിക്ഷ കൊണ്ടേ അവിടെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ, മനസ്സിന് സമാധാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ.
ഇനി ഇഷ്ടമുള്ളത് ധാരാളം ലഭിച്ചു, അപ്പോ സമാധാനം ഉണ്ടാവുമോ? ഇല്ല. കാരണം അപ്പോഴും ഉണ്ടാവും ഒരു നാൾ ദുഃഖം വരും എന്നുള്ള ഉറപ്പാ. അത് ചിന്ത വരുമല്ലോ. സമ്പാദിച്ചത് പോയാലോ നേരത്തെ പറഞ്ഞത്, സമ്പാദിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് സമ്പാദിച്ചത് പോകാതെ സൂക്ഷിക്കാൻ. പോകുമെന്നുള്ള ഭയമാണ് അതിലും ഭയങ്കരം. അപ്പോ അവിടെയൊക്കെ എന്ത് വേണം? തിതിക്ഷ കൊണ്ടുവരണം. അപ്പോ അങ്ങനെ വന്നാൽ നാളെ ഇതെല്ലാം നഷ്ടപ്പെടട്ടെ, ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകാനും പോകുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മൾ പ്രസംഗിക്കും, നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകാനും പോകുന്നില്ലല്ലോ, മറ്റുള്ളവരോട് പറയും. മറ്റുള്ളവരോട് ഉപദേശിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇതിലൊന്നും വലിയ കഥയൊന്നുമില്ല, എപ്പോ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ സംഭവിക്കാലോ, ഒരു ചെറിയ അസുഖം വന്നാൽ പോരെ, നമ്മുടെ ഇത് മുഴുവൻ പോവില്ലേ, ഈ സമ്പാദ്യം മുഴുവൻ പോവില്ലേ എന്ന് നമ്മൾ മറ്റുള്ളവരോട് പറയും. പക്ഷെ അവനവൻ ഉൾക്കൊള്ളാൻ എളുപ്പമല്ല. എത്ര പ്രാവശ്യം നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ, ഒന്നും കൊണ്ടുപോകാനും പോകുന്നില്ലല്ലോ, എന്തിനു വേവലാതിപ്പെടണം എന്ന് ചിന്തിക്കാറുണ്ടോ? ചിന്തിച്ച് തുടങ്ങണം, ഇപ്പോഴെങ്കിലും തുടങ്ങണം. ഇനി സമയമില്ല, ഇനി എപ്പോ വേണമെങ്കിൽ കാറ്റ് പോകാം. ഇപ്പൊ തന്നെ നമുക്ക് ചിന്തിച്ച് തുടങ്ങണം. എന്ത്? ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകാനും പോകുന്നില്ല, യാതൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. പക്ഷെ നമുക്കൊരു കാര്യം കൊണ്ട് അഡീഷണൽ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, കൊണ്ടുപോകണ്ട എന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. സൂക്ഷ്മ ശരീരത്തെ കൊണ്ടുപോകണ്ട, വാസനാ ശരീരത്തെ കൊണ്ടുപോകണ്ട. എനിക്കിത് രണ്ടും, ഈ സ്ഥൂല ശരീരം മാത്രമല്ല, സ്ഥൂല ശരീരം കൊണ്ട് സമ്പാദിച്ചത് മാത്രമല്ല, എൻ്റെ സൂക്ഷ്മ ശരീരത്തെ ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ കാരണ ശരീരത്തെ ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. അതാണല്ലോ മോക്ഷം. പൂർണ്ണ സംതൃപ്തനാണ്. അതിലേക്ക് എത്തണമെങ്കിൽ തിതിക്ഷ കൂടിയേ തീരൂ. തിതിക്ഷ ഇല്ലാതെ അങ്ങോട്ട് എത്തില്ല, ഉറപ്പാ. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും അധികം അതിന് ആചാര്യസ്വാമി പ്രാധാന്യം കൽപ്പിച്ചതും അതിനെ വളരെ നല്ല ശുഭ എന്ന ആ മംഗളമായ പദത്തെ കൊണ്ട് അതിനൊരു അഡ്ജക്റ്റീവായിട്ട് ശുഭ എന്ന് പറഞ്ഞു വിശേഷിപ്പിച്ചു. ഏത്? തിതിക്ഷ ശുഭ എന്ന് പറഞ്ഞു. ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ഏഴാമത്തെ ശ്ലോകത്തെ കുറിച്ച്. വിഷയേഭ്യ പരാവൃത്തി പരമോപരദേർഹിസ സഹനം സർവദുഃഖാനാം തിതിക്ഷാസ ശുഭാമത. പരമോപരതിർഹി, അവിടെ പരമോപരതി, അവിടെ ഉണ്ട്, അല്ല ഊ ഉണ്ട്. പരമഹ ഉപരതി ഹി സ എന്നാണ്, അതിൽ ചേർത്താണ് പരമോപരതിർഹി സ എന്നുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ നിർത്താം. അപ്പൊ ആചാര്യസ്വാമികൾ കൂടുതൽ വളരെ ഗഹനമായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടിരിക്കുന്നു. അത് സ്വീകരിക്കാൻ മനസ്സിന് അതിനുള്ള കഴിവുണ്ടാകട്ടെ. ഗായത്രി ജപിക്കുമ്പോൾ പറയണ മാതിരി മനസ്സിനെ, ബുദ്ധിയെ നേർവഴിക്ക് നയിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഗായത്രി തന്നെ ജപിക്കുക കൂടുതൽ, അതേ രക്ഷയുള്ളൂ. ഇതിന്റെ അഗഹനമായ ഭാഗങ്ങളിലേക്ക് പോയി മനസ്സിലാവണമെങ്കിൽ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം. സായിരാം സാർ. സായിരാം 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 സാർ. സായിരാം സായിരാം സാർ.